എഴുമങ്ങാട് എരട്ടിച്ചാർത്ത് മഹാദേവ ക്ഷേത്രത്തിൽ കലശം, പുനഃപ്രതിഷ്ഠ എന്നിവ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം കലാപരിപാടികൾ എന്നിവയും നടക്കും. പുനഃപ്രതിഷ്ഠയും ദ്രവ്യകലശവും സംബന്ധിച്ച് വിവിധ പരിപാടികൾ 20 മുതൽ നടന്നുവരികയാണ്. പരിപാടികൾ ഇന്ന് സമാപിക്കും. ക്ഷേത്രം തന്ത്രി വിനീത് കൈപ്പള്ളിയാണ് ആചാര്യൻ. US മീഡിയ ന്യൂസ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, കാരണം നമ്മൾ ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പാണ് ഈ ഒരു ക്ഷേത്രങ്ങള് ഈ ഒരു ഭഗവാന്റെ രൂപത്തിലും അദ്ദേഹത്തിന്റെ ആ ഒരു ചൈതന്യവും മനസ്സിൽ നന്നായിട്ട് നമ്മൾ സ്മരിച്ചിട്ട് തന്നെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഒപ്പം അവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദം അത് നമ്മൾ തീർച്ചയായിട്ടും അത് വളരെ ഈ ചുണ്ടം അല്ലെങ്കിൽ ഒന്നും സ്പർശിക്കാതെ വേണം നമ്മൾ അത് സേവിക്കാനായിട്ട്. അതുപോലെ ക്ഷേത്രങ്ങളിലെ തൊഴുത്, പിന്നെ നമ്മൾ മറ്റുള്ള ഉപദൈവന്മാരെ ഒക്കെ തൊഴുത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുക. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരമാവധി എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ 4 മണിക്കൂറേ ഉള്ളൂ എന്നത് സത്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഐശ്വര്യവും അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യമൊക്കെ തന്നത് തീർച്ചയായിട്ടും ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. നമ്മള് ശ്വാസം കിട്ടാൻ പോലും ബുദ്ധിമുട്ടി നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ICUലൊക്കെ പോയാൽ കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് ഈ ഒരു എന്തിനു പറയുന്നത്, ഈ ഒരു ശ്വാസം എടുക്കാൻ പോലും നമുക്ക് കഴിയുന്നത് ഈ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും മഹാദേവന്റെ അനുഗ്രഹമാണ് എന്നൊരു തിരിച്ചറിവുള്ള ഒരു ഭക്തൻ തീർച്ചയായിട്ടും ആ ഒരു ക്ഷേത്രത്തിലെ രണ്ടും വേണ്ടതാണ്. കാരണം തീർച്ചയായിട്ടും മാനവസേവ തന്നെയാണ് മാധവസേവ, ഒരു സംശയമില്ല. കാരണം നമ്മള് അമ്പലങ്ങളിൽ നമ്മൾ ഈ സമൂഹത്തിൽ ഈ പറഞ്ഞ എല്ലാ ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അമ്പലങ്ങളിൽ ഏത് നേരം അമ്പലത്തിലാണ്, അല്ലെങ്കിൽ ദേവന് ഒരു സ്വൈര്യം കൊടുക്കില്ല, അങ്ങനെ പറയാം. ഏത് നേരവും ദേവനെ കുറിച്ചിട്ട് ദേവന് തന്നെ ചിലപ്പോൾ എന്താ ഇയാളെ കൊണ്ട് എന്ന് പറയുന്ന രീതിയിൽ, പക്ഷെ 10 പൈസയ്ക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്യാത്ത ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തിരിച്ച് അവര് ഈ പറഞ്ഞ പോലെ അമ്പലങ്ങളിലോ ഒന്നും അവര് പോവില്ല. പക്ഷെ മനസ്സുകൊണ്ട് ധാരാളം, മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ഒരു ഉപകാരത്തിന് അവരെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും. അത് നല്ല മനുഷ്യരെ ധാരാളം കണ്ടത്. അപ്പൊ ഇതില് നമസ്കാരം. ഞാൻ സത്യത്തില് പുഴ വന്നതാണ്. ഞാൻ ഭരണി കഴിഞ്ഞ് അശ്വതി പൂജ കഴിഞ്ഞ് ഇവിടെ ഇന്നലെ എത്തിയിട്ടുള്ളൂ. എന്തോ അറിയില്ല, ഞാനിവിടെ തൊഴുതിരിക്കുമ്പോൾ സെക്രട്ടറി എന്നോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം. അപ്പം അദ്ദേഹത്തെ എന്നെ അറിഞ്ഞിട്ടുള്ള അറിയില്ല. കാരണം ഈ ക്ഷേത്രമായിട്ട് എനിക്കൊരു ആത്മീയ ബന്ധമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ വിശ്വനാഥൻ എമ്പ്രാന്തിരിയാണ് ഈ ക്ഷേത്രത്തിലെ ആദ്യത്തെ പൂജാരി എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത്ര അറിയുള്ളൂ. കാരണം ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അത് മാത്രമല്ല 2 വർഷം മുമ്പേ അമൃത TV ഈ ക്ഷേത്രത്തെ പറ്റി ഒരു
പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു മുത്തശ്ശി എൻ്റെ അച്ഛനെ പറ്റി വളരെ ഗംഭീരമായിട്ട് സംസാരിക്കുന്നത് കേട്ടു. അപ്പോഴാണ് എനിക്കത് ഒരു വ്യക്തത വന്നത്. എനിക്കറിയില്ലായിരുന്നു, അറിയാം പൂജ ഉണ്ടെന്ന് എനിക്കറിയാം, ചെറിയ കുട്ടിയായിരുന്നു. ആ ഒരു വാക്കുകൂടി പ്രാധാന്യത്തിന് എന്നെ ക്ഷണിച്ച സെക്രട്ടറിയോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.